ഇന്നിപ്പോൾ ഈ ടണലിൻ്റെ സ്വിച്ച് ഓൺ ഇത് പൊട്ടിക്കുന്നതിൻ്റെ സ്വിച്ച് ഓൺ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ക്രമീകരണങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അവിടെ ഒരു നിയന്ത്രിതമായതാണ്. ഇത് വെച്ചാൽ ബ്ലാസ്റ്റിംഗ് ആയതുകൊണ്ട് നിയന്ത്രിതമായ ആളുകളെ മാത്രമേ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നുള്ളൂ. മാധ്യമ പ്രവർത്തകരെയും പിന്നീട് നമ്മുടെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആയിട്ടുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ അങ്ങോട്ട് ക്ഷണിക്കുന്നുള്ളൂ. മറ്റൊന്ന്, ഈ ആരെങ്കിലും ഇങ്ങനെ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ആനക്കമ്പ് മുത്തമ്പുഴയുള്ള പ്രദേശത്ത് താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലൈവായി മുത്തപ്പുംപുഴ LP സ്കൂളിൻ്റെ നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ LP സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ബിഗ് സ്ക്രീനിൽ അവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവിടെ കസേരയും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് അവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഫണ്ടിനെ കുറിച്ച് സംസാരിച്ചല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2134 കോടി രൂപയാണ് നമ്മൾ മുടക്കുന്നത് അല്ലേ? അത് നമ്മൾ കിഫ്ബിയിലാണ് മുടക്കുന്നത്. ഓർമ്മയുണ്ടോ ലിൻഡോ? ഈ കിഫ്ബി മുടക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം കാണിച്ച ഇടപാടുകളൊക്കെ ഓർമ്മയുണ്ടോ? അത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതാ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു വികസന പദ്ധതി 2134 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് മുതൽ മുടക്കി നമ്മൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സമീപനങ്ങളാണ് ഇവിടെ തകർക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിന്റെ മുഖം മാറിയത് കിഫ്ബിയിലൂടെയാണ്. ആ കിഫ്ബിയെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കേരളത്തിലെ LDF ഗവൺമെന്റിന് കഴിഞ്ഞു എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം നമ്മൾ നിൽക്കുന്നത് മലയോര ഹൈവേയിലാണ്. ഇത് 250 കോടി രൂപ മുടക്കി നിർമ്മിച്ച മലയോര ഹൈവേയിൽ നിൽക്കുന്നത് നമ്മൾ. ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ പോകുന്ന റോഡ് 108 കോടി രൂപ മുടക്കി കിഫ്ബിയിലൂടെ നിർമ്മിക്കുന്ന റോഡാണ് പോകുന്നത്. ഇപ്പം നിർമ്മാണം നടന്ന ടണലിലേക്കുള്ള റോഡ്. അത് ചെന്നെത്തുന്നിടത്ത് 2134 കോടി രൂപയുടെ ടണലാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിന് 2500 കോടി രൂപയുടെ വികസനം കിഫ്ബിയിൽ നിന്ന് മാത്രമുണ്ട്. നമ്മുടെ റോഡ് ഒന്നിപ്പോൾ ഹെലിക്യാമിൽ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം നമ്മുടെ പ്രേക്ഷകരെ. മലയോര ഹൈവേ എങ്ങനെയാണ് നിൽക്കുന്നത്, അപ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെ 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 അവര് ഈ കിഫ്ബി പദ്ധതിയുടെ പ്രത്യേകത കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും പദ്ധതികളുണ്ട് എന്നുള്ളതാണ്. ആളുകൾ ചോദിച്ചു വരികയാണ്. അപ്പോൾ എല്ലാ പ്രതിപക്ഷ അംഗങ്ങൾ പോലും എനിക്ക് കിഫ്ബിയിലൂടെ ഇന്നത് വേണം എന്ന് പറയുന്ന നിലയിലേക്ക് കിഫ്ബി എന്ത് ചെയ്തു? കേരളത്തിന്റെ മുഖം മാറ്റി വന്നതാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ എതിർത്തെങ്കിലും ആ എതിർപ്പിങ്ങനെ ഉയർത്തി പിടിച്ചോണ്ട് നിൽക്കുക. പക്ഷെ ഉള്ളിലൂടെ പോയിട്ട് വേണം വേണം എന്ന് പറയുന്ന നിലയിലേക്ക് പറയുന്നത് അവർക്ക് അവകാശപ്പെട്ടാണ്, അവരുടെ റൈറ്റാണ്, കാര്യമല്ല. പക്ഷെ ഗവൺമെന്റ് എല്ലാവരും ഒരേപോലെ പരിഗണിച്ചു. വലിയ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും മണ്ഡലം 140 നിയമസഭാ മണ്ഡലം ഇവനെന്താണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ പോലും കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ മലയോര ഹൈവേനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ മലയോര ഹൈവേയിൽ നിന്ന് നമ്മൾ ഈ തുരങ്കപാതയിലേക്കുള്ള കണക്റ്റഡ് റോഡ് എങ്ങനെയായിരിക്കും വരിക? അത് നമ്മൾ 4 ലൈൻ ആണോ ഉദ്ദേശിക്കുന്നത്, 2 ലൈൻ ആണോ, എങ്ങനെയാണത്? അത് 4 ലൈൻ ആണ് ഉദ്ദേശിക്കുന്നത്. 4 ലൈൻ മരപ്പുഴയിൽ നിന്ന് നേരെ കുന്നമംഗലത്തേക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ 4 ലൈൻ ട്രാഫിക്. അത് പുതിയൊരു അലൈൻമെന്റ് ആണ്. അലൈൻമെന്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അതിന്റെ സാറ്റലൈറ്റ് സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് സമാന്തരമായിട്ട് തന്നെ അത് വരുമോ അതോ? സമാന്തരമായി തന്നെ വരാനുള്ള കാര്യങ്ങളാണ് നീക്കുന്നത്. ഇത് പൂർണ്ണമായും LAയിൽ 30 മീറ്റർ വീതിയിൽ എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായ ചർച്ചയിൽ വന്നിട്ടുള്ളത്. കുന്നമംഗലത്തേക്ക് എത്തിയാൽ കുന്നമംഗലം അല്ലല്ല, അത് മാറും, ലൊക്കേഷൻ മാറും. ചില പുതിയ അലൈൻമെന്റ്, ചില നഷ്ടം കുറഞ്ഞ് ഇപ്പം നിലവിലുള്ള റോഡ് വൈഡൻ ചെയ്യാൻ കഴിയും. ഇപ്പം നിലവിൽ നമ്മൾ സ്റ്റേറ്റ് ഹൈവേ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന നിലവിലുള്ള റോഡാണ് അഗസ്ത്യമുടി, കുന്നമംഗലം, അഗസ്ത്യമുടി, തിരുവമ്പാടി, നമ്മുടെ ഈ പുലിരാമ്പാറ, മറിപ്പുഴ, ആനക്കാമ്പൽ, മുത്തമ്പുഴ, മറപ്പുഴയാണ്. അത് 10 മീറ്റർ വീതിയിൽ കിഫ്ബിയിലാണ് നവീകരിക്കുന്നത്. പക്ഷെ അത് ഒരുപാട് വളവുകളും തിരിവുകളും ഒക്കെ ഉള്ള റോഡാണ്. അതിനെ നിലനിർത്തിക്കൊണ്ട് പുതിയൊരു അലൈൻമെന്റിലേക്ക് വരും, സമാന്തരമായി തന്നെ വരുന്നു. ചില നിലവിലുള്ളതിനെ ഡെവലപ്പ് ചെയ്താൽ നിലവിലുള്ള ചെറിയ അങ്ങാടികളും കടകളും കെട്ടിടങ്ങളും എല്ലാം, പ്രത്യേകിച്ച് മലയോര മേഖലയാകുമ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന വീടുകൾ ഈ പ്രധാന റോഡിനോട് ചേർന്ന് അത് പൂർണ്ണമായും പൊട്ടി. കുറച്ചും കൊണ്ട് മാറിയാൽ വളരെ ഫ്രീ ആയ നല്ല ഇത് കിട്ടുകയും ചെയ്യും. ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ നിങ്ങളൊക്കെ ഇതിലേക്കൂടെയൊക്കെ നടക്കുമ്പോൾ ഇവിടുന്ന് വയനാട്ടിലേക്കൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടറിയാലോ. മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുരം പ്രശ്നമാകും. മാത്രമല്ല ഈ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അതൊക്കെ പലയിടങ്ങളിലും കെട്ടിക്കിടക്കുന്നൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി അതിനെല്ലാം പരിഹാരമാവുകയാണ്. ഇത് ഈ ഒരു പദ്ധതി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഒരു നേട്ടങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ അപ്പുറത്തേക്ക് ഉണ്ടാകുന്ന നമ്മുടെ എല്ലാ മേഖലകളിലേക്കും ചെലുത്തുന്ന ഒരു സ്വാധീനം എങ്ങനെയായിരിക്കും? ഞാൻ മനസ്സിലാക്കുന്നത് കാർഷിക മേഖലയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു ജമ്പിങ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ച് തിരുവമ്പാടി മണ്ഡലം പോലെയുള്ള ഒരു മേഖല എല്ലാ കാർഷിക വിളകളും നന്നായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മേഖലയാണ്. കൃഷിയിൽ നാശം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും താരതമ്യേന മറ്റെവിടേക്കാളും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. പക്ഷേ ഇത് കൃത്യമായി സ്റ്റോർ ചെയ്യാനും അത് കൃത്യമായി വിപണനം നടത്താനും കഴിയാത്ത സാഹചര്യമുണ്ട്. ഇത് വരുന്നതോടുകൂടി അത്തരം പുതിയ വെയർ ഹൗസുകൾ വരിക, കോൾഡ് സ്റ്റോറേജുകൾ വരിക, അത്തരം സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ വാഴക്കുല, അല്ലെങ്കിൽ ഇവിടുത്തെ ജാതിക്ക, അതുപോലെ തന്നെ ഇവിടുത്തെ കുരുമുളക്, കാപ്പി, ഇതിനൊക്കെ നല്ല ഡിമാൻഡുള്ള ഒരു മേഖലയാണ്.
അപ്പോൾ അത്തരം സംരംഭങ്ങൾ കൂടുതലായി വരാനുള്ള സാധ്യത, ട്രാൻസ്പോർട്ടേഷൻ വളരെ എളുപ്പത്തിലാവും. ബാംഗ്ലൂരിൽ നിന്ന് വളരെ വേഗതയിൽ വന്നു പോകാൻ വേണ്ടി കഴിയുന്നൊരു സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ടൂറിസത്തെ സഹായിക്കുന്നത് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നുള്ള നമ്മുടെ IT പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്.